ഹലോ നമസ്കാരം, ഞാൻ ബിന്ദു വിപിൻ. ബിന്ദുസ് സ്പൈസസ് വേൾഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ചിക്കൻ കറിയുടെ ടേസ്റ്റിൽ കഴിക്കാവുന്ന നല്ല ഒന്നാന്തരം ഉരുളക്കിഴങ്ങ് മസാലക്കറിയാണ് ഇന്നത്തെ എൻ്റെ റെസിപ്പി. നോണൊന്നും കഴിക്കാത്തവർക്ക് അല്ലെങ്കിൽ നോണൊന്നും കഴിക്കാൻ പറ്റാത്ത സാഹചര്യത്തിലുള്ളവർക്ക് ചിക്കൻ കറിയുടെ ടേസ്റ്റിൽ കഴിക്കാവുന്ന നല്ല ഒന്നാന്തരം ഉരുളക്കിഴങ്ങ് കറിയാണിത്. ഇത് ചോറിനും ചപ്പാത്തിക്കും അപ്പത്തിനും ദോശയ്ക്കും എല്ലാം പറ്റിയൊരു കോമ്പിനേഷൻ കൂടിയാണ്. അപ്പോൾ ഈ റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനൊന്നും മറക്കരുത്. പിന്നെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ബെൽ ബട്ടൺ പ്രസ് ചെയ്ത് ഓൾ എന്ന ഓപ്ഷൻ കൊടുക്കാനും മറന്നു പോകരുത് കേട്ടോ. അപ്പോൾ എങ്ങനെയാണ് ഈ ടേസ്റ്റി ആയിട്ടുള്ള ഉരുളക്കിഴങ്ങ് മസാലക്കറി ഉണ്ടാക്കുന്നതെന്ന് നമുക്ക് നോക്കാം. ഈ കറി ഉണ്ടാക്കാൻ വേണ്ടി ഞാൻ 3 ഉരുളക്കിഴങ്ങ് തൊലിയൊക്കെ കളഞ്ഞ് ചെറിയ കഷ്ണങ്ങളാക്കി നുറുക്കി വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട്. ഈ വലിപ്പത്തിലുള്ള 3 ഉരുളക്കിഴങ്ങാണ് ഞാൻ എടുത്തത്. ഇനി ഇതിലേക്ക് വേണ്ടി 2 സവാള, 1 തക്കാളി, 3 പച്ചമുളക്, 4-5 അല്ലി വെളുത്തുള്ളി, ഒരു ചെറിയ കഷ്ണം ഇഞ്ചി, ഇത്രയും നന്നാക്കി വെച്ചിട്ടുണ്ട്. ഇതെല്ലാം കനം കുറച്ച് നീളത്തിൽ അരിഞ്ഞെടുക്കാം. സവാളയും ഇഞ്ചിയും പച്ചമുളകും വെളുത്തുള്ളി നീളത്തിൽ അരിഞ്ഞു വെച്ചിട്ടുണ്ട്. വേറൊരു പാത്രത്തിൽ തക്കാളിയും അതേപോലെ തന്നെ നീളത്തിൽ അരിഞ്ഞെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് കറി ഉണ്ടാക്കാൻ തുടങ്ങാം. പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടി ഞാനിതൊരു കുക്കറിലാണ് ഉണ്ടാക്കുന്നത് കേട്ടോ. കുക്കറിൽ തന്നെ ഉണ്ടാക്കണമെന്ന് നിർബന്ധമില്ല. ചീഞ്ചട്ടിയിലോ മൺചട്ടിയിലോ ഒക്കെ ഈ കറി ഉണ്ടാക്കിയെടുക്കാം. ആദ്യം തന്നെ കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുക്കാം. ഏത് എണ്ണ വേണമെങ്കിലും യൂസ് ചെയ്യാം. ഞാൻ വെളിച്ചെണ്ണയാണ് യൂസ് ചെയ്യുന്നത്. എണ്ണ ചൂടാകുമ്പോൾ ഇതിലേക്ക് സവാള, പച്ചമുളക്, ഇഞ്ചി, വെളുത്തുള്ളി എല്ലാം ഒരുമിച്ചിട്ട് വഴറ്റിയെടുക്കാം. ഇത് പെട്ടെന്ന് വഴന്ന് കിട്ടാൻ വേണ്ടി ഇതിലേക്ക് 1 സ്പൂൺ ഉപ്പുപൊടി ചേർത്ത് കൊടുക്കാം. ഫ്ലെയിം ഫുള്ളിൽ വെച്ചിട്ട് 2-3 മിനിറ്റ് ഒന്നിങ്ങനെ വഴറ്റി കൊടുക്കാം. 2-3 മിനിറ്റ് വഴറ്റി കഴിയുമ്പോൾ സവാള ഇതുപോലെ ലേശം ഒന്ന് ട്രാൻസ്പെറൻ്റ് ആവും. ഈ സമയത്ത് ഇതിലേക്ക് തക്കാളി ചേർത്തിട്ടും ഇതേപോലെ തന്നെ 2-3 മിനിറ്റ് ഒന്ന് വഴറ്റിയെടുത്താൽ മതി. നല്ലോണം വഴന്ന് ഇങ്ങനെ ബ്രൗൺ കളറൊന്നും ആവേണ്ട ആവശ്യമില്ല. തക്കാളിയും സവാളയും ഇഞ്ചിയും പച്ചമുളകും എല്ലാം കൂടി ഒരുമിച്ചിട്ട് വഴറ്റണമെങ്കിൽ അങ്ങനെയും ചെയ്യാം. തക്കാളി ചേർത്തിട്ട് 3-4 മിനിറ്റ് വഴറ്റിയതിന് ശേഷം ഇതിലേക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം. കുറച്ച് മഞ്ഞൾപ്പൊടി, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്താൽ മതി. മഞ്ഞൾപ്പൊടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ഇനി ചേർക്കേണ്ടത് മുളക് പൊടിയാണ്. 2 സ്പൂൺ മുളക് പൊടിയാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത്. അവരവരുടെ എരിവിന് ആവശ്യമുള്ളത്രയും മുളക് പൊടി ചേർത്ത് കൊടുക്കുക. മുളക് പൊടി ചേർത്ത് കഴിഞ്ഞാൽ മല്ലിപ്പൊടി ചേർക്കുക. മുളക് പൊടി എത്ര ചേർക്കുന്നോ അതിൻ്റെ ഇരട്ടി മല്ലിപ്പൊടി ചേർക്കുക. ഇത്രയും ചേർത്തതിന് ശേഷം ഇത് നന്നായിട്ട് ഇളക്കി കൊടുക്കുക. പൊടികളുടെ പച്ചമണം മാറുന്നത് വരെ നന്നായിട്ട് വഴറ്റിയെടുക്കണം. പൊടികൾ ചേർത്ത് കൊടുക്കുമ്പോൾ എപ്പോഴും സ്റ്റൗ സിമ്മിൽ വെച്ചതിന് ശേഷം ചേർത്ത് കൊടുക്കാൻ ശ്രദ്ധിക്കണം. സ്റ്റൗ ഫുള്ളിൽ വെച്ചിട്ട് പൊടികൾ ചേർത്ത് കൊടുത്താൽ പൊടികൾ കരിഞ്ഞു പോകും. 1 മിനിറ്റ് ഒന്നിങ്ങനെ വഴറ്റിയെടുക്കുമ്പോൾ പൊടികളുടെ പച്ചമണം മാറിക്കിട്ടും. പൊടികളുടെ പച്ചമണം മാറിക്കഴിയുമ്പോൾ ഇതിലേക്ക് നുറുക്കി വെച്ചിരിക്കുന്ന ഉരുളക്കിഴങ്ങ് ചേർത്ത് കൊടുക്കുക. ഉരുളക്കിഴങ്ങ് ചേർത്ത് കൊടുത്തിട്ട് ഇത് നന്നായിട്ട് ഇതിലേക്ക് മിക്സ് ചെയ്യണം. ഈ മസാലയൊക്കെ ഉരുളക്കിഴങ്ങ് നന്നായിട്ട് പിടിക്കണം. ഒരു മിനിറ്റ് നേരം നന്നായിട്ട് ഇളക്കിയതിന് ശേഷം ഇതിലേക്ക് ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കണം. വെള്ളം പച്ചവെള്ളം ഒഴിക്കരുത്, തിളപ്പിച്ച വെള്ളം ഒഴിച്ചു കൊടുക്കാൻ ശ്രദ്ധിക്കുക കേട്ടോ. ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുക്കണം. സവാള വഴറ്റുമ്പോൾ 1 ടീസ്പൂൺ ഉപ്പ് ചേർത്തിരുന്നു, പക്ഷെ അത് ഇതിലേക്ക് പോരാ. അതുകൊണ്ട് ഞാൻ 1 ടീസ്പൂൺ ഉപ്പും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇത് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കുക. ഇനി കുക്കർ അടച്ച് വെച്ച് വേവിക്കാം. ഉരുളക്കിഴങ്ങ് വേവുന്ന സമയം കൊണ്ട് കുറച്ച് നാളികേരം ചിരകിയെടുത്തു. നാളികേരത്തിൻ്റെ കൂടെ കുറച്ച് പെരിഞ്ചീരകവും ഒരു ചെറിയ കഷ്ണം പട്ടയും കൂടെ ചേർത്താണ് അരയ്ക്കേണ്ടത് കേട്ടോ. ഇത് തീരെ കനം കുറഞ്ഞ പട്ട ആയതുകൊണ്ടാണ് ഇത്രയും നീളത്തിലുള്ള കഷ്ണം എടുത്തിരിക്കുന്നത്. നല്ല കനമുള്ള പട്ടയാണെങ്കിൽ ഇതിൻ്റെ പകുതി എടുത്താൽ മതി. ഇത് നല്ല ഫൈനായിട്ട് അരച്ചെടുത്തിട്ട് വരാം. ഉരുളക്കിഴങ്ങൊക്കെ നന്നായിട്ട് വെന്ത് കിട്ടിയിട്ടുണ്ട് കേട്ടോ.
കറി നന്നായിട്ട് തിളച്ചു. ഇനി ഇതിലേക്ക് അരച്ച് വെച്ച് നാളികേരം ചേർത്ത് കൊടുക്കും. ഈ കറിക്ക് ശരിക്കും നല്ല ചിക്കൻ കറിയുടെ ടേസ്റ്റ് തന്നെയാണ് കേട്ടോ. ഇത് ചോറിനും ചപ്പാത്തിക്കും പൊറോട്ടയ്ക്കും ഒക്കെ നല്ല കോമ്പിനേഷനായിട്ടുള്ള നല്ല ഒന്നാം തരം കറിയാണ്. ഈ കറി എത്ര തിക്നെസ് വേണമെന്നുള്ളതിനനുസരിച്ചിട്ട് വെള്ളം ചേർത്ത് കൊടുക്കാം. വെള്ളം ചേർത്ത് കൊടുക്കുമ്പോൾ ഒരു കാര്യം ശ്രദ്ധിക്കുക, പച്ചവെള്ളം ചേർത്ത് കൊടുക്കരുത്. തിളപ്പിച്ച വെള്ളം മാത്രമേ ചേർത്ത് കൊടുക്കാവൂ. കറി നന്നായിട്ട് തിളച്ചു, നാളികേരമൊക്കെ നന്നായിട്ട് വെന്തു. ഈ സമയത്ത് ഇതിൻ്റെ ഉപ്പൊക്കെ നോക്കണം. ഉപ്പ് പോരാൻ തോന്നുകയാണെങ്കിൽ ചേർത്ത് കൊടുക്കണം. ഇനി ഇത് ഉള്ളി മൂപ്പിക്കാം. ഈ കൂട്ടാൻ കടുക് വറുക്കല്ല, ഉള്ളി മൂപ്പിക്കുകയാണ് ചെയ്യേണ്ടത് കേട്ടോ. ഉള്ളി മൂപ്പിക്കാൻ വേണ്ടി ചീഞ്ചട്ടി അടുപ്പത്ത് വെച്ചു. അതിൽ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ചെറിയ ഉള്ളി കറിവേപ്പിലി നന്നാക്കി വെച്ചിട്ടുണ്ട്, അതിട്ട് കൊടുക്കാം. ഉള്ളി നന്നായിട്ട് മൂത്തു. ഇനി ഇത് കറിയിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇത് നന്നായിട്ടൊന്ന് ഇളക്കിയതിന് ശേഷം ഒരു 10 മിനിറ്റ് അടച്ചു വയ്ക്കാം. അതിന് ശേഷം സെർവ് ചെയ്യാം. ഇത് നല്ല സൂപ്പർ ടേസ്റ്റുള്ളൊരു കറിയാണ് കേട്ടോ. ഇതുപോലെ നിങ്ങൾ ഉരുളക്കിഴങ്ങ് കൊണ്ട് കറി ഉണ്ടാക്കി നോക്കിയിട്ടില്ലെങ്കിൽ ഒന്ന് ഉണ്ടാക്കി നോക്കൂ. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുന്നത് വരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം.